മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയത്തിലെ 84-ാമത്തെ ദശകത്തിൽ 11-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയുന്നത്. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: വ്യപഗമസമയേ സമേത്യരാധം ദൃഢമുപഗൂഹ്യ നിരീക്ഷ്യ വീതഖേദം പ്രമുദിതഹൃദയ പുരം പ്രയാത പവനപുരേശ്വര പാഹി മം ഗതേഭ്യ. 3 മാസം ദീർഘിച്ചതായിട്ടുള്ള യാഗമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഗോപന്മാരും ഗോപസ്ത്രീകളും യദുവംശത്തിലുള്ളവരും ഒക്കെ ആയിട്ട് വളരെ സുഖകരമായിട്ട് ആ 3 മാസം കഴിച്ചു കൂട്ടി. അത് കഴിഞ്ഞ് തിരിച്ച് പോകാനുള്ളതായിട്ടുള്ള സമയമായി എന്നാണ്. അപ്പോൾ വ്യപഗമ സമയേ, തിരിച്ചു പോകേണ്ടതായിട്ടുള്ള ആ സമയം വന്നപ്പോൾ രണ്ടുപേരെ അന്യോന്യം കാണൽ എന്നുള്ളത് അത് കഴിഞ്ഞു. ഇനി തിരിച്ച് അതാത് സ്ഥാനങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുള്ള സമയമായി. അപ്പോൾ ആ വ്യപഗമ സമയേ, വ്യപഗമത്തിനുള്ളതായിട്ടുള്ള തിരിച്ചു പോകുന്നതിനുള്ളതായ സമയം വന്നപ്പോൾ സമീക്ഷ്യ രാധാം, അപ്പം രാധയൊന്ന് കാണാനായിട്ട് പോയി. രാധയെ കാണണം, അവരോട് യാത്ര പറയാനായിട്ട് ചെന്ന് കണ്ടു എന്നാണ്. രാധയെ കണ്ടു. രാധയെ മാത്രമല്ല, രാധയെ കണ്ടു, ബാക്കിയുള്ളവരെയൊക്കെ കണ്ടു എന്നുള്ളതാണ് അവിടെ ഇത്. അപ്പോൾ രാധയെ പ്രത്യേകിച്ച് പറയണമെന്ന് മാത്രം. സമീക്ഷ്യ രാധാം, രാധയെ കണ്ടിട്ട് ദൃഢം ഉപഗൂഹ്യ, നല്ലോണം ഉപഗൂഹനം ചെയ്തു. അതായത് നല്ലോണം കെട്ടിപ്പിടിച്ചു, ആശ്ലേഷിച്ചു. ദൃഢം ഉപഗൂഹ്യ നിരീക്ഷ്യ വീതഖേദം. അപ്പോൾ പോവാണ് എന്നുള്ള സമയത്ത് സാധാരണയായിട്ട് സ്ത്രീകൾക്ക് ആ നല്ല പ്രയാസം ഉണ്ടാവും. ഇനിയിപ്പോൾ എപ്പോഴാണ് കാണുക എന്നുള്ളത് നിശ്ചയില്ല. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ കാണാനിടയത്. ഇനി അത് കഴിഞ്ഞ് വീണ്ടും പോവാനുള്ളതായിട്ടുള്ള സമയമായി. ഇനി കാണുമോ ഒന്നും നിശ്ചയില്ല എന്നുള്ളതായിട്ടുള്ളൊരു വിഷമം ഉണ്ടാവാം. പക്ഷേ രാധയ്ക്ക് ആ വിഷമമൊന്നും ഉണ്ടായില്ല എന്നാണ്. നിരീക്ഷ്യ വീതഖേദം, വീതമായ ഖേദത്തോടു കൂടിയതായി കണ്ടിട്ട് വേറെ ദുഃഖമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്താ വെച്ചാൽ ഇപ്പോൾ വേറിട്ട് പോവുക എന്നുള്ള വിചാരം ഇല്ലാണ്ട് ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ പരമസുഖൈക്യമായി ഭവദ്വിചിന്ത. അപ്പൊ അങ്ങയെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ സുഖകരമായിട്ടുള്ളതാണ്. അപ്പൊ നേരിട്ട് ശാരീരികമായിട്ടുള്ള ആ ഇത് വേണമെന്നില്ല. എന്താ വെച്ചാൽ ശരീരമല്ല അവിടെ പ്രധാനം, മനസ്സ് തന്നെയാണ്, ആത്മാവ് തന്നെയാണ് എന്നുള്ളതായിട്ടുള്ള ബോധം അവർക്ക് ഉണ്ടായിക്കഴിഞ്ഞു. ആ ആത്മാവ് ഒന്നാണ് എന്നുള്ളതും ബോധം ഉണ്ടായിക്കഴിഞ്ഞു. പിന്നെ ഇനി എന്താ, എവിടെ ഇരുന്നാലെന്താ, ആ ശരീരം അടുത്തില്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് യാതൊരു വിഷമവും ഇല്ല എന്നുള്ളത് മനസ്സിലായി. നിരീക്ഷ്യ വീതഖേദം, വീതമായ ഇല്ലാത്തതായ ഖേദത്തോടു കൂടിയതായി കണ്ടിട്ട്, ആ വേർപാടിൻ്റെ സമയത്ത് ശാരീരികമായിട്ടുള്ള വേർപാടുണ്ടാവും എന്നുള്ളതായിട്ടുള്ള ആ സമയത്തും അവർക്ക് യാതൊരു ഖേദവും ഇല്ല എന്നുള്ളത് കണ്ടപ്പോൾ പ്രമുദിത ഹൃദയ, സന്തോഷമായി, സമാധാനമായി. എന്താ വെച്ചാൽ സന്തോഷിച്ചു. എന്താ വെച്ചാൽ ഇനി അവര് ദുഃഖിക്കില്ലല്ലോ, അവർക്ക് പരമജ്ഞാനം ഉണ്ടായി കഴിഞ്ഞു. അപ്പം ഇനി അവർക്ക് ദുഃഖമില്ല എന്നുള്ളതായിട്ടുള്ള ആ സന്തോഷം ഭഗവാനും ഉണ്ടായി. അങ്ങനെ ആ പ്രമുദിത ഹൃദയ, സന്തോഷിച്ചതായിട്ടുള്ള ഹൃദയത്തോടു കൂടി പുരം പ്രയാത, പുരത്തിലേക്ക് തിരിച്ചുപോയി, ദ്വാരകയിലേക്ക് തന്നെ തിരിച്ചുപോയി എന്നുള്ളതാണ്. അങ്ങനെ പ്രമുദിത ഹൃദയ പുരം പ്രയാത, സന്തോഷിച്ചതായിട്ടുള്ള ഹൃദയത്തോടു കൂടി പുരത്തിലേക്ക്, ദ്വാരകയിലേക്ക് തിരിച്ചുപോയതായ പ്രയാത, അങ്ങോട്ട് പോയതായ പവനപുരേശ്വര, അല്ലയോ പവനപുരേശ്വര, പാഹി മം ഗതേഭ്യ, പിന്നെ എല്ലാ ഗതങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് അവസാനം പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദശകം അവസാനിപ്പിക്കുകയാണ്. ഗതേഭ്യ മാം പാഹി, ഗതങ്ങളിൽ നിന്നെല്ലാം എന്നെ രക്ഷിച്ചാലും. ശ്ലോകമൊന്നും കൂടി ചൊല്ലാം. വ്യപഗമസമയേ സമേത്യരാധം ദൃഢമുപഗൂഹ്യ നിരീക്ഷ്യ വീതഖേദം പ്രമുദിത ഹൃദയ പുരം പ്രയാത പവനപുരേശ്വര പാഹി മം ഗതേഭ്യ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. പിരിയുമവസരേ അടുത്തു രാധേ പുനരപി സാന്ത്വനമേകി ദുഃഖമുക്താം നിജപുരമതിലെത്തിയങ്ങു ദുഷ്ടൻ ഗുരുപുരവാസന കറ്റുകന്റെ രോഗം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.